ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പോകുന്നത് തിരുവനന്തപുരത്തിനടുത്തുള്ള വലിയൊരു ശിവലിംഗമുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ്. ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും ഉയരമുള്ള ശിവലിംഗം എന്നാണ് അവിടെ എഴുതി വെച്ചിട്ട് കാണുന്നത്. ആയിരിക്കാം. എന്നാലും കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. നമ്മളിപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പിലെത്തിയിട്ടുള്ളത്. നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്നതാണ്. തിരുവനന്തപുരത്ത് വന്നപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള എല്ലാ ക്ഷേത്രത്തിലും പോയിട്ടുണ്ട്. അതുപോലെ ഈ ക്ഷേത്രത്തിലും പോയി. ഇത് ഒരു ചെങ്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണിത്. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം ഒരു 60 രൂപ പോയിൻ്റ് ബസ്സിന് വരുന്ന ദൂരമാണ് അവിടത്തേക്ക്. അപ്പോൾ പോകുന്ന ഉള്ളിൽ കയറുന്നതിന് മുമ്പേ അതിൻ്റെ സൈഡിൽ കോഫി ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് മോള് പറഞ്ഞിട്ട് ഒരു കോഫിയൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എത്തിയപ്പോൾ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്തു. ടിക്കറ്റ് ഭയങ്കര വില കൂടുതലാണ്. അഫോർഡബിൾ റേറ്റ് അല്ല. 200 രൂപ വാങ്ങുന്നുണ്ട് അവർ ഒരാൾക്ക് കയറാൻ, ശിവലിംഗത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. അപ്പോൾ അതിൽ ആദ്യം വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ആകാംക്ഷയായി, അതിൻ്റെ ഉള്ളിൽ കാണാനോ പോകണം എന്നുള്ളതായി. മോക്കും ഭാഷയായി അങ്ങോട്ട് അതിൻ്റെ ഉള്ളിൽ കാണണമെന്ന്. നമ്മൾ അങ്ങോട്ടേക്ക് നടന്നു പോവുകയാണ്. അപ്പോൾ അവിടെ എത്തുമ്പോഴാണ് അറിയുന്നത് നമ്മളവിടെ ഇത് ഫോണൊന്നും കയറ്റാൻ പറ്റില്ല എവിടെയും. അതിൻ്റെ പരിസര ഭാഗത്തൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും വിടുന്നൊന്നുമില്ല. അപ്പോൾ ഏതായാലും ഷൂട്ട് ചെയ്യാൻ വിട്ടിട്ടില്ലെങ്കിൽ നമുക്ക് കാണാമല്ലോ. അങ്ങനെയുള്ള ഒരിതിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോയിന്ന്. ഇപ്പോൾ ഒരു കുറച്ച് സമയം നമ്മളവിടെ അമ്പലത്തിൽ തൊഴാനൊക്കെ ഒരു സമയം എടുത്ത്, അതിന് ശേഷം അവിടെ നല്ല ഗാർഡനിങ് ഒക്കെ ആക്കിയിട്ടുണ്ട്. അവിടെ നല്ല ഭംഗിയുണ്ട്. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ആ ശിവലിംഗത്തിൻ്റെ അടുത്ത്. അപ്പം നമ്മളും അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. ഒരു പുതിയ നിർമ്മിതിയായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ടൊന്നും ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരു ടൂറിസം പോലെ എല്ലാം ഡെവലപ്പ് ചെയ്തിട്ട് എടുക്കുകയെന്ന് ആൾക്കാർ കൂടുതൽ വരുന്ന വിധത്തിൽ ആക്കി മാറ്റുകയെന്ന് എല്ലാ അമ്പലങ്ങളും ഒക്കെ. അപ്പോൾ ഇതൊന്നും ഇങ്ങനൊരു ശിവലിംഗം വന്നതിന് ശേഷമല്ലേ ഞങ്ങളും അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ഭയങ്കര ഒരു കയറ്റാന്ന് മുകളിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊന്ന് പിൻവാങ്ങിയാണ്. പക്ഷേ എൻ്റെ ബന്ധുക്കൾ ഇളയമയും ഭർത്താവൊക്കെ ഉണ്ട്. അവർ പറഞ്ഞു അവരൊക്കെ കയറാൻ തയ്യാറാണ്. അവരാണ് ഉഷാറായിട്ട് മുന്നിൽ നടക്കുന്നത്. അപ്പോൾ ഏതായാലും പോകാൻ തീരുമാനിച്ചു. മോനും പറഞ്ഞു എന്നാൽ പിന്നെ കയറി നോക്കാം, ഇതുവരെ വന്നതല്ലേ, അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിൽ എന്നാ നോക്കാമെന്ന് വിചാരിച്ച് നമ്മളും അങ്ങോട്ട് പോയി. ഏതായാലും ഈ ശിവലിംഗത്തിൻ്റെ പിറക് വശത്തേ കൂടിയാണ് അതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസ്. വേറെയുള്ളവരോട് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ ആരും ഒരു വ്യക്തമായിട്ട് പറയുന്നില്ല. കയറ് നോക്കിയിട്ട് തന്നെ കാണണം എന്നുള്ള അഭിപ്രായമാണ് പോയവർക്ക്. അപ്പോൾ ഏതായാലും പോയി നോക്കാം. നമ്മളവിടെ എത്തിയപാട് ആദ്യം വാങ്ങി വെക്കുന്ന ഫോണാണ്. അപ്പോൾ ഒന്നും ഷൂട്ട് ചെയ്യാൻ വിടുന്നില്ല. നമ്മളവിടെ എത്തി, അതിൻ്റെ ഉള്ളിൽ കയറി എല്ലാം ഉൾഭാഗമൊക്കെ എല്ലാം ക്ലിയറായിട്ട് കണ്ടു. ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള കയറ്റാണ് അതിൻ്റെ മുകളിലേക്ക്. അങ്ങനെ പറഞ്ഞാൽ സ്റ്റെപ്പൊന്നുമില്ല. ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ സ്റ്റെപ്പില്ലാതെ കയറി ഇറങ്ങണം മുകളിൽ. ഒരു പകുതി എത്തിയപ്പോൾ എന്തോ ഒരു ശ്വാസം മുട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ചെറുങ്ങനെ. അപ്പോൾ അവർ ഫുള്ള് ഹോൾസ് ഇട്ടിട്ടുണ്ട് എയറിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഒരു ചെറിയൊരു അസ്വസ്ഥത പോലെ തോന്നി. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ആ ഒരു ലെവലിൽ എത്തുമ്പം പകുതിയിൽ എത്തുമ്പോഴത്തേക്ക് അവിടെ ജനൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ മുഴുവനും കൂടുതൽ എയർ ഹോൾസ് ഇട്ടിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ മുഴുവൻ ശിവലിംഗങ്ങളാണ്. പിന്നെ നമ്മളെ ശരീരത്തിലെ ഓരോ ചക്രാസിൻ്റെ രൂപങ്ങളും ഇങ്ങനെ ആക്കി വെച്ച് അതിന് ചുറ്റും ശിവലിംഗങ്ങളും. അത് ആ ഓരോ ശരീരത്തിലെ ബോഡിയിലെ ഓരോ ചക്രാസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉള്ളിലെ ഗൈഡ് പറഞ്ഞിരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഓരോ ട്രിപ്പായിട്ട് ആൾക്കാർ 5-10 ആൾക്കാരെ ഒരുമിച്ച് കയറ്റിയിട്ട് അവർക്ക് അതിൻ്റെ വിവരണം കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാമാണുള്ളത് എന്നെല്ലാം പറഞ്ഞു കൊടുത്ത് അവർക്ക് മനസ്സിലാക്കി കൊടുത്താണ് പുറത്തേക്ക് വിടുന്നത്. ലാസ്റ്റ് പിന്നെ ഏറ്റവും മുകളിലെത്തുമ്പോൾ കൈലാസാണ് ഉള്ളത്. കൈലാസാക്കിയത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ്. അതൊരു അനുഭവം തന്നെയാണ്. തണുത്ത് പറക്കും അതിൻ്റെ മുകളിലേക്ക് എത്തുമ്പോൾ. ഫുൾ ഐസ് കട്ടായിട്ട് ഹിമാലയം എങ്ങനെയാണോ ഉള്ളത് അതുപോലെ. അതായത് ശിവനും പാർവതിയാണ് ഏറ്റവും മുകളിലുള്ളത്, കൈലാസവും. അത് ഫുള്ളായിട്ട് AC കൊണ്ടാക്കിയതാണ്. AC എല്ലാം ഉള്ളിലുണ്ട്. അത്ര തണുത്തിട്ട് ഐസ് കട്ട പോലെ നിൽക്കണമെങ്കിൽ ഫുൾ AC ഇല്ലാതെ കൊണ്ട് പറ്റൂലല്ലോ. അപ്പോൾ എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. തിരുവനന്തപുരം വരെ പോകുന്നവർ അവിടെയും കൂടി പോയി കാണുക. ഒരു ടൂറിസം പ്രൊമോഷനല്ല, എന്നാലും നമ്മളെ ജീവിതത്തിൽ ആസ്വദിക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഒന്ന് ആസ്വദിക്കുക. ഇതൊരു റയറായിട്ടുള്ള ഒരു സംഭവമാണ് ഇതൊക്കെ. എല്ലാവർക്കും ഭയങ്കര ഫോട്ടോ എടുപ്പാണ്. എൻ്റെ ഇളയമക്കൊക്കെ അവരെല്ലാം സ്റ്റാറ്റസ് ആയിട്ട് ഇടാനൊക്കെ ഫോട്ടോ എടുക്കുന്നത്. ഉള്ളിലൊന്നും എടുക്കാൻ പറ്റില്ല, അതിൻ്റെ ഒരു വിഷമമുണ്ട്. എന്നാൽ എല്ലാവർക്കും ഗുഡ് ബൈ.